നമസ്കാരം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ട സകല തന്ത്രങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ വീണ്ടും ബി അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഒട്ടനവധി തവണ അടിപതറിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ മണ്ണിൽ കോൺഗ്രസിന് ഒരു കാരണവശാലും വിജയിക്കാൻ സാധ്യതയില്ല എന്നത് കോൺഗ്രസ് തന്നെ തെളിയിച്ച ഒരു കാര്യമാണ്. നിലവിൽ മഹാരാഷ്ട്രയുടെ സ്ഥിതി നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി വൻ വിജയമാണ് നേടിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്രയിൽ നടന്ന 11 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എക്ക് അവിടെ കാവിക്കൊടി പാറിയിരിക്കുകയാണ്. അഥവാ താമര മഹാരാഷ്ട്രയിൽ വിരിയിച്ചിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. ബി മാത്രം 5 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഉദ്ധവ് താക്കറെയുടെ മഹാവികാസ് അഘാദിക്ക് കിട്ടിയതാകെ 2 സീറ്റാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ അക്ഷരാർത്ഥത്തിൽ അടിപതറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. മഹാരാഷ്ട്രയുടെ മണ്ണിൽ തകർത്ത് തരിപ്പണമായ ഒരവസ്ഥ. അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ് മുണ്ടെ ഉൾപ്പെടെ ബി മത്സരിപ്പിച്ച 5 സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിലാണ് മഹാരാഷ്ട്രയിൽ വിജയിച്ചത്. ഷിൻഡെ ഭാഗം ശിവസേനയും അജിത് പവാറിന്റെ എൻസിപിയും 2 പേര് വീതമാണ് കളത്തിലിറക്കിയത്. അവർ 2 പേരുമാണ് നാമനിർദ്ദേശം നൽകിയത്. ഈ 4 പേരും വിജയിക്കുകയും ചെയ്തു. അതായത് ഷിൻഡെ ഭാഗത്തിന്റെ ശിവസേന 2 ഭാഗവും അജിത് പവാറിന്റെ എൻസിപി 2 പേരും, അങ്ങനെ 4 മത്സരാർത്ഥികളെയാണ് ഈ കളത്തിലേക്ക് ഇറക്കിയത്. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയിൽ നിന്ന് 2 പേരാണ് വിജയിച്ചത്. 7 കോൺഗ്രസ് MLA-മാരെങ്കിലും ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ക്രോസ് വോട്ട് ചെയ്തതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് MLA-മാരെങ്കിലും ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്രോസ് വോട്ട് ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് വിവിധ പാർട്ടികൾ ഇത് കാണുന്നത്. കോൺഗ്രസ്, ശിവസേന, NCP വിഭാഗങ്ങൾ മഹാവികാസ് അഘാഡി 3 പേരെയാണ് മത്സരിപ്പിച്ചിരുന്നത്. 2 വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് നടന്നത് അന്നത്തെ ഭരണ മുന്നണിയായിരുന്ന മഹാവികാസ് അഘാഡിയെയാണ് ബാധിച്ചത്. പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയും അന്നത്തെ തിരഞ്ഞെടുപ്പിന് ബാധിച്ചു. അധികം താമസിയാതെ ഏകനാഥ് ഷിൻഡെ പാർട്ടിയിൽ കലാപം സൃഷ്ടിക്കുകയും ശിവസേന പിളരുകയും മഹാവികാസ് അഘാഡി സർക്കാർ നിലം പൊത്തി തകരുകയും ചെയ്തു. അതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് നിർണായകമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ അതീവ നിർണായകമായിരിക്കുന്നു. അതായത് ഇപ്പോൾ നടന്നത് ഒരു ട്രെയിലറാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ബി വൻ വിജയം കൊയ്തിരിക്കുന്നു. ഇനി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഉടനെ തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ ബി വിജയം നേടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഷിൻഡെയുടെ കളികൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഏകനാഥ് ഷിൻഡെയുടെ തന്ത്രങ്ങൾ അവിടെ ഓരോ പുതിയ തന്ത്രങ്ങളായിട്ട് ഏകനാഥ് ഷിൻഡെ കളത്തിൽ വരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്.